നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഞണ്ട്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് സവാളയും പച്ചമുളകും. പിന്നെ അതുപോലെ തന്നെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയാണ് നമ്മൾ സാധാരണ തക്കാളിയിൽ ചിലർ ചേർക്കാറുണ്ട്, അതിന് പകരം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യമേ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കത്തിച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് കടുക് ഇടുകയാണ്. കടുക് ലേശം കൂടുതൽ ഇടുന്നുണ്ട്, കാരണം നമ്മൾ ഒരു കൂടുതൽ അതിൻ്റെ ഫ്ലേവർ വരണം, അതിന് വേണ്ടിയിട്ടാണ്. അത് നല്ലോണം അത് പൊട്ട് ഇതാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സവാള ആഡ് ചെയ്യുകയാണ്. സവാളയും അതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അല്പം പാകത്തിന് കുറച്ചൊന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ പാകത്തിന് ചേർക്കാം, കാരണം നമ്മൾ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടി, അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ്
നമ്മൾ കുറച്ച് അപ്പച്ചീനെ കിട്ടിയോ? അയ്യയ്യേ. കുറച്ച് വെള്ളം നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അതായത് നമ്മൾ യൂഷ്വലി തക്കാളിയാണ് പലരും ഇടാറുള്ളത്, അതിന് പകരം മാങ്ങ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മാങ്ങയുടെ തോല് ചെത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പോർഷൻ മാത്രം, പൾപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് ക്രാബ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മിക്സ് ഒന്ന് കുറച്ച് അതിൽ വെന്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ക്രാബ് നമ്മളതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നല്ലോണം ആ മിക്സ് അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒരല്പം വെള്ളം കൂടി നമ്മളതിൽ ആഡ് ചെയ്യണം. അതതിൽ മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് ആക്കി വയ്ക്കുക. ക്രാബ്സ് ഇതൊന്നും അപ്പോൾ ഇതൊക്കെ നല്ലോണം വറ്റിയതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് അതിൻ്റെ കളറൊക്കെ ഇച്ചിരി ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഓറഞ്ച് കളറൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളത് തുറന്നു. നല്ലോണം വെന്തിട്ടുണ്ടത്, നല്ലോണം അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ഇതിലേക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇങ്ങനെ കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്.